വെജിറ്റബിൾ കാണൂ എടുത്തുള്ളൂ കേട്ടോ. ഗുണ്ടൽപേട്ട് വഴി മൈസൂര് ഗുണ്ടൽപേട്ട് ഈ റൂട്ടിലാണ് നമ്മൾ കേട്ടോ. ബസ്സിന് കൂടി കയറിയില്ല. ഗൂഡല്ലൂർ നേരെ ഗുണ്ടൽപേട്ട് പോകണം. ഗുണ്ടൽപേട്ട ഒന്ന് നോക്കും എന്താണ് നഷ്ടം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ അവിടെ നമ്മൾ സെറ്റാക്കും. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത മൈസൂരാണ്. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. കാണാം. അസ്സലാമലൈക്കും പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതാ കണ്ടോളൂ, നമ്മുടെ ഒരു യാത്രയിലാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണുള്ളത്. അതിൻ്റെ ബൗണ്ടറിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു പരിപാടികളാട്ടോ. നമ്മളങ്ങനെ പ്ലാനിങ് ഒന്നും ഉണ്ടായില്ല. വാവാ നമുക്കൊരു യാത്ര പോകാമെന്ന് പറഞ്ഞു. അവനങ്ങ് ഇറക്കി കൂടെ. പിന്നെ ഞങ്ങളങ്ങനെ പോയി. പെർമിറ്റൊക്കെ എടുത്ത്, പെർമിറ്റ് എടുക്കാൻ പോയപ്പോഴാണ് വലിയ രസമുണ്ടായത്. തമിഴ്നാട് പെർമിറ്റ് എടുക്കാനായി 3700 രൂപയും അവരുടെ ചാർജ് 100 രൂപയും. കണ്ണ് തള്ളിപ്പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കർണാടക ബോർഡർ കഴിഞ്ഞ് മറ്റേ എന്താ പറയുക മൈസൂർ റൂട്ടിലാണ്. അപ്പോൾ പറയണം എന്താ വെച്ചാൽ ഒന്നെ ഇറങ്ങി നാട്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് നേർച്ചയും കാര്യങ്ങളും പരിപാടിയും റിപ്പീൽ ലെവൽ ഓണൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും പാടില്ല, തമിഴ്നാട് കർണാടക ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. ഗുണ്ടൽപേട്ട് മറ്റേ മൈസൂര്, ചിലപ്പോൾ ബാംഗ്ലൂരും പോകും, പറയാൻ പറ്റില്ല. നോക്കട്ടെ എങ്ങനെ സാഹചര്യം എന്നറിയില്ല. സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കണേ. എവിടെ എത്തിച്ചാലും അവിടെ എത്തിച്ചേരും നമ്മൾ. അപ്പോൾ വിജനമായ സ്ഥലം, വാഹനങ്ങളൊന്നും തന്നെ അധികമല്ല, വളരെ കുറഞ്ഞ വാഹനങ്ങൾ അതിൽ വരുന്നുള്ളൂ. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർക്ക് ഐഡിയ ഇല്ല. എന്താ അവർക്ക് മൈസൂർ പോകണമെന്ന് വലിയ ആഗ്രഹം. മൈസൂരിൽ പോകണമെന്ന് പറഞ്ഞ് മൈസൂർക്ക് പോകണം ഭയങ്കര ആഗ്രഹമാണ് അറിഞ്ഞത്. ഇത് മിക്കവാറും അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനുള്ളതാണോ ചെറിയ സംശയമുണ്ട്. ഞാൻ വേറെ ചില പ്ലാനിൽ ഇറങ്ങിയാണ്. നമ്മൾ ബിസിനസ്സുകൾ നോക്കണേ. നമ്മൾ വല്ല ഫ്രൂട്ട്സോ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, ഈ റോഡിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. എന്താണ് സംഭവം എന്നറിയില്ല, കുറഞ്ഞ വാഹനങ്ങളുള്ളൂ. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഇതിലുള്ളൂ, വേറെ വണ്ടി വേക്കൊന്നുമില്ല, മുമ്പൊന്നുമില്ല. എത്ര മിനിറ്റ് ചെയ്യേണ്ട വണ്ടി വരെ നമുക്ക് നോക്കട്ടോ. ആരെങ്കിലുമൊക്കെ വരും നോക്കാം. ഇവിടെയൊന്നും പിന്നെ മൃഗങ്ങളൊന്നും കാണില്ല കേട്ടോ. തമിഴ്നാടിൻ്റെ ബോർഡർ വരെ അത്യാവശ്യം മാന് അങ്ങനെയുള്ള ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയത്ത് വാഹനങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ബസ് ഉണ്ട്, ടൂറിസ്റ്റ് ബസ്സുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതേ നിർത്തി നോക്കൂല. നമ്മളിപ്പോൾ കണ്ടത് കാട്ടാന കേട്ടോ. 2 ആനകളുണ്ട്. 2 കാട്ടാന കണ്ടുട്ടോ. കുറച്ച് അകലെയാണ്, ഒരു 200 മീറ്റർ അകലെയാണ്. റോഡിലൊന്നല്ല, കുറച്ചുള്ളിലാണ്. അപ്പോൾ അവിടെ ആനയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ. ആന എന്ന് പറഞ്ഞാൽ കുറച്ച് അകലായതുകൊണ്ട് ഞാൻ സൂം ചെയ്യാൻ മറക്കുകയും ചെയ്തു. ചുമ്മാ വീഡിയോ പിടിച്ച് പോകുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു യാത്രയൊന്നുമല്ല, നമ്മൾ ചില പ്രതീക്ഷകളുമായിട്ടുള്ള യാത്രയിലായിരുന്നു. അവിടെ നല്ല ചുരം ഉണ്ടായിരുന്നു കേട്ടോ. ആ ചുരം ഇറങ്ങി വരുന്നൊരു വരവാണിത്. ഇച്ചിരി നല്ലൊരു വളവൊക്കെയാണ്. അപ്പോൾ വെറുതെ രാവിലെ ഇരുന്നപ്പോൾ പറഞ്ഞു വാ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇപ്പോൾ എന്താ നടക്കുകയെന്നറിയില്ല. എന്തെങ്കിലും നടക്കുമോ നോക്കാം, എന്താ കിട്ടുകയെന്നറിയില്ല, എന്തെങ്കിലും കിട്ടുക നോക്കാം, അങ്ങനെയൊക്കെയുള്ള പരിപാടിയിൽ ഇറങ്ങിയ കേട്ടോ. അപ്പോൾ ഭയങ്കര രസമായി, യാത്രയൊക്കെ അടിപൊളിയായി. മാഷാല്ലാ. നോക്കല. അപ്പോൾ ഞങ്ങൾ തക്കാളിൻ്റെ വില ചോദിച്ചേക്കാൻ വന്ന കേട്ടോ. ഗുണ്ടൽപേട്ട് മാർക്കറ്റിലേക്ക് പോവാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ എന്താണ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പോവാം. അപ്പോൾ അവർ ഭയങ്കര വിലയൊക്കെയാണ് പറയുന്നത്. കിലോ 25 രൂപയാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും നോക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരെ മാർക്കറ്റിൽ തന്നെ പോകേണ്ടി വരും. അപ്പോളേ ചെണ്ടുമല്ലി അല്ലേ, അടിപൊളി മല്ലികല്ലേ, മാഷാല്ലാ. എന്താ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് മുതൽ മക്കളെ. അത് ഫുള്ള് തക്കാളി കൃഷി കേട്ടോ. ഇന്നത്തെ ദിവസം ഇനി എന്ത് വന്നാലും വെള്ളം ഞങ്ങളിങ്ങനെ കറങ്ങും. അവിടെ കോളിഫ്ലവർ കണ്ടത് മൊത്തം കോളിഫ്ലവറാണ് കാണുന്നത്. അപ്പുറത്ത് മഞ്ഞൾ, എല്ലാ സാധനം കൃഷി ചെയ്തുണ്ടാക്കണം.
എല്ലാവർക്കും അറിയട്ടെ, ഞാൻ വലിയ സംഭവമായിട്ട് പറയണമെന്നില്ല. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്, ആദ്യമായിട്ട് അനുഭവിക്കുകയാണിത്. ഞാൻ എൻ്റെ 40-45 വയസ്സിനിടയ്ക്ക് നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും ഒരു എക്സ്പീരിയൻസും ഇല്ല. ആദ്യമായിട്ട് വരികയാണ് ഈ റൂട്ട് കൂടെ കർണാടക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവേശത്തിന് എടുക്കുകയാണ്. ദയവ് ചെയ്ത് കൊല്ലരുതേ, ചെണ്ടുമല്ലിയാണ് ഞങ്ങൾ തക്കാളി ഇരിക്കേ. Turn left onto National Highway 181. അപ്പോൾ കേസ് നമ്മൾ മാർക്കറ്റ് കയറിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. വരുന്ന വഴിയാണ് കേട്ടോ, തിരിച്ചു വരാട്ടോ നമ്മൾ. ആ വരുന്ന വഴിക്ക് കാണുന്ന ഒരു രംഗമാണിത്. വാവ ആനനെ കണ്ടാൽ പേടിച്ചു പോയിട്ടോ. വണ്ടീൻ്റെ തൊട്ടടുത്താണ്, ഫ്രണ്ടിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെ അരികിലാണ് കേട്ടോ, ഒട്ടും അകലെയല്ല. അപ്പുറത്ത് കാറുകളൊക്കെ നിർത്തിയിട്ടുണ്ട്, അവർ ഭയന്നിട്ടും കൊണ്ട് വരുന്നില്ല. പക്ഷേ ഇവിടെ നമ്മളാണ് ഫ്രണ്ടിലുള്ളത്. നമ്മളെ തൊട്ടപ്പുറങ്ങളിലൊരു ബൈക്കാരുണ്ടായിരുന്നു, അവൻ്റെ നമ്മൾ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ ചവിട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളവനെ ഓവർടേക്ക് ചെയ്ത് കയറി അങ്ങ് വിട്ടുകയായിരുന്നു കേട്ടോ. ആന കണ്ടപ്പോൾ വാവ പേടിച്ചു പോയി, പിന്നെ ഇവനെ കണ്ടപ്പോൾ വാവ ഹാപ്പിയായി. അടിപൊളി, നല്ല രസമല്ലേ. അപ്പോൾ കാട്ടാനകളെ കണ്ട് വാവ പേടിച്ചു പോയി. പക്ഷേ കുരങ്ങൻ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. ഇതാ വീണ്ടും ഒരു ഹാപ്പിനെസ്. ഇത് കാണുമ്പോൾ കൺകുളിർക്കിയ സന്തോഷം, പേടിയൊന്നുമില്ല, ഹാപ്പിനെസ്. പക്ഷേ അടുത്തൊരു ജവാൻ അവിടെ കാത്തു നിൽപ്പുണ്ട്, നമ്മളെ കാണാം നമുക്കവനെ. അപ്പോൾ കേസ് മാർക്കറ്റിൽ നിന്ന് എല്ലാ ലോഡും വെച്ചിട്ട് വരുന്ന വഴിയാണ് നമ്മൾ. അത്യാവശ്യം എല്ലാ സാധനത്തിനുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പുതിയൊരു പരിപാടിക്ക് ഇങ്ങനെ പ്ലാനിട്ട് ഇറങ്ങിയല്ലേ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് രസകരമായിട്ട് പോയിട്ട് വന്നു, തിരിച്ചു വരികയാണ്. ഏതായാലും ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഡ്രൈവ് ചെയ്യുന്ന ഞാനാണ്, വീഡിയോ എടുക്കേണ്ടതും ഞാനാണ്. മാർക്കറ്റിൽ ചെന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വില ചോദിക്കലും അന്വേഷിക്കലും കണ്ടുപിടിക്കലും മാത്രമായിരുന്നു ലക്ഷ്യം. അതെല്ലാം ചെയ്തു, ലോഡാക്കിയിട്ടാണ് നമ്മൾ വന്നത്. ഒന്നും ഞാൻ വീഡിയോ ചെയ്യാൻ എടുത്തിട്ടില്ല, കാരണം സമയം വൈകിട്ടാണ് മാർക്കറ്റിലെത്തിയത്. അപ്പോൾ കേസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ.